തെക്കു-പടിഞ്ഞാറൻ കാലവർഷം ഇത്തവണ യഥാസമയം എത്തുമെന്നും മഴയുടെ അളവ് മികച്ച തോതിലായിരിക്കുമെന്നുമുള്ള പ്രവചനങ്ങൾ കാർഷിക മേഖലയ്ക്ക് മാത്രമല്ല ആകമാന സമ്പദ് വ്യവസ്ഥയ്ക്കു തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നു. പണപ്പെരുപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള സഹന നിലവാരത്തിലേക്ക് താഴ്ന്നു. വായ്പ നിരക്കുകളുടെ പടിയിറക്കം സാധ്യമാക്കുമെന്ന പ്രതീക്ഷയും മഴ പ്രവചനത്തിൽ തളിരിടുന്നു. കോർപ്പറേറ്റ് മേഖലയിലെ പല സ്ഥാപനങ്ങൾക്കും കാലാവസ്ഥാ സംബന്ധമായ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്ന സ്വകാര്യ ഏജൻസിയായ സ്കൈമെറ്റ് വെതർ സർവീസസ് ഇത്തവണ മഴയുടെ അളവ് ദീർഘകാല ശരാശരിയുടെ 102% പ്രവചിച്ചിട്ടുള്ളത്. അളവ് ദീർഘകാല ശരാശരിയുടെ 106% ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ അനുമാനം. അതായത് ജൂൺ-സെപ്റ്റംബർ കാലയളവിൽ 886 മില്ലിമീറ്റർ മഴ ലഭിക്കുമെന്നും സ്കൈമെറ്റ് അനുമാനിക്കുമ്പോൾ 920 മില്ലിമീറ്ററാണ് IMD-യുടെ പ്രതീക്ഷ. മഴയളവിന്റെ ദീർഘകാല ശരാശരി 868.6 മില്ലിമീറ്ററാണ്. കാർഷികോൽപാദനം വർദ്ധിക്കുമെന്നതാണ് വേണ്ടത്ര മഴ ലഭിച്ചാലുള്ള ഏറ്റവും വലിയ നേട്ടം. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണി മൂല്യത്തിൽ 5 മുതൽ 7 വരെ ശതമാനം വർധനയുണ്ടായേക്കുമെന്ന് കണക്കാക്കുന്നു. നെല്ല്, ഗോതമ്പ്, ചോളം, ചണം, കരിമ്പ്, പരുത്തി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിൽ ഗണ്യമായ വർധനയുണ്ടാകും. പല കാർഷികോൽപ്പന്നങ്ങളുടെയും കയറ്റുമതി മെച്ചപ്പെടുമെന്ന് മാത്രമല്ല, ധാന്യേതര ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പരിമിതപ്പെടുത്താനും മികച്ച വിളവെടുപ്പിനും സഹായകമാകും. കർഷകരുടെ വരുമാനത്തിലുണ്ടാകുന്ന വർധന കടക്കെണിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ സഹായിക്കുമെന്ന നേട്ടവുമുണ്ട്. കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപാദന വർധനവ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ കുറച്ചൊന്നുമല്ല ശക്തിപ്പെടുത്തുക. ഗ്രാമീണരുടെ ഉപഭോഗ വർധന നിത്യോപയോഗ സാധനങ്ങൾ മുതൽ റഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വരെ വിപണികളിൽ പ്രസരിപ്പുണ്ടാക്കും. ITC, ഹിന്ദുസ്ഥാൻ യൂണിലീവർ തുടങ്ങിയവയുടെ വിൽപ്പന വരുമാനത്തിൽ പകുതിയിലേറെയും ഗ്രാമീണ വിപണികളിൽ നിന്നാണ്. ഉപഭോക്തൃ ഉൽപ്പന്ന വ്യവസായത്തിലെ പല ബ്രാൻഡുകളും ഇരട്ടാക്കത്തിലുള്ള വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. വളം, കീടനാശിനികൾ, കാർഷികോപകരണങ്ങൾ, ട്രാക്ടറുകൾ തുടങ്ങിയവയുടെ നിർമ്മാതാക്കൾ മഴാ പ്രവചനത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. സാധാരണ തോതിൽ മഴ ലഭിച്ചാൽ ഈ സാമ്പത്തിക വർഷം 3400 ലക്ഷം ടൺ ഭക്ഷ്യോൽപ്പന്ന ഉൽപാദനം സാധ്യമാക്കുമെന്നാണ് സർക്കാരിന്റെ കണക്ക്. കടന്നുപോയ സാമ്പത്തിക വർഷം 1238 ലക്ഷം ടൺ മാത്രമായിരുന്നു ഉൽപാദനം. ഓരോ ഉൽപ്പന്നത്തിന്റെയും ഈ വർഷത്തെ ഉൽപാദന ലക്ഷ്യം കേന്ദ്ര കൃഷി മന്ത്രാലയം അടുത്തു തന്നെ പ്രഖ്യാപിച്ചേക്കും. ലഭ്യത വർദ്ധിക്കുന്നതോടെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രണാധീനമാകും. ഇതാകട്ടെ ആകമാന വിലക്കയറ്റത്തിന് ആശ്വാസമാകുകയും പണപ്പെരുപ്പ നിരക്ക് 4% താഴേക്ക് താഴ്ത്താൻ ഇടയാക്കുകയും ചെയ്യും. വായ്പ നിരക്കുകൾ കുറയ്ക്കാൻ റിസർവ് ബാങ്കിന് സാധ്യമാകുന്ന അവസ്ഥ. വ്യവസായ വാണിജ്യ മേഖലകളെ ഭാരിച്ച പലിശ ബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കാൻ നിരക്കുകളിലെ ഇളവ് ഉപകരിക്കും. വൈദ്യുതോൽപാദനത്തിൽ ഗണ്യമായ വർധനയ്ക്ക് മൺസൂൺ പ്രയോജനപ്പെടും. കൽക്കരിയോ പ്രകൃതിവാതകമോ സുലഭമല്ലാത്ത മേഖലകളിൽ ജലവൈദ്യുത പദ്ധതികളാണ് ആശ്രയം. രാജ്യത്തെ 150ഓളം പ്രധാന സംഭരണികളിൽ ഇപ്പോൾ ശേഷിയുള്ള 4/1 പോലും വെള്ളമില്ലെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറയുന്നു. മികച്ച കാലവർഷം ആഭ്യന്തര മൊത്ത ഉൽപാദനത്തിൽ 3%-ലേറെ വളർച്ചയ്ക്ക് സഹായകമാകുമെന്നാണ് സാമ്പത്തിക നിരീക്ഷകരുടെ അനുമാനം. നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇതുവരെയുള്ള കണക്കുകൾ തന്നെ വാഹന വ്യവസായം മോശമല്ലാത്ത സ്ഥിതിയിലാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആകമാന സമ്പദ് വ്യവസ്ഥയിലെ വളർച്ച വാഹന വ്യവസായത്തിന്റെ കൂടുതൽ മുന്നേറ്റത്തിന് പാതയൊരുക്കുമെന്നും പ്രതീക്ഷിക്കാം. ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും കാറുകൾക്കും മറ്റും ഡിമാൻഡ് വർദ്ധിക്കും. വാണിജ്യ വാഹനങ്ങളുടെ വിൽപ്പന ഉഷാറാകുന്നതുമാണ്. ട്രാക്ടറുകൾ പോലുള്ള വാഹനങ്ങൾക്കും ആവശ്യമേറും. വിനോദസഞ്ചാര വ്യവസായത്തിനും മൺസൂൺ നേട്ടത്തിന്റെ കാലമാകും. മഴക്കാല ടൂറിസത്തിന്റെ സാധ്യതകൾ സമൃദ്ധമായി പ്രയോജനപ്പെടുത്താൻ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന അവസരമുണ്ടാക്കുക. പലിശ നിരക്കുകൾ കുറയുന്ന സാഹചര്യം ഭവന, വാഹന, കാർഷിക, വ്യക്തിഗത വായ്പകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്നതാണ് നല്ല കാലവർഷത്തിൽ ബാങ്കർമാർ കാണുന്ന നേട്ടം. വായ്പകളുടെ തിരിച്ചടവ് മുടക്കം പരിമിതപ്പെടുമെന്ന സാഹചര്യവും ബാങ്കുകൾക്ക് ആശ്വാസമാകും. വായ്പ വളർച്ചയ്ക്ക് ആനുപാതികമായി ഇപ്പോൾ നിക്ഷേപ സമാഹരണം ചില ബാങ്കുകൾക്ക് സാധ്യമാകുന്നില്ല. ഈ സ്ഥിതിക്കും മാറ്റമുണ്ടാകുമെന്നാണ് ബാങ്കിംഗ് വ്യവസായത്തിന്റെ പ്രതീക്ഷ.